ഞാലിപ്പൂവൻ വാഴക്കൃഷി എന്ന് പറയാൻ പറ്റില്ല, കാരണം ആകെ ഒരു 10 ഉള്ളൂ. അപ്പം ഞാൻ തന്നെയാണ് ഇത് സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കുഴിയൊക്കെ കുത്തി ഇത് വച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 2025 ജനുവരി 15 തീയതിയാണ്. അപ്പോൾ ഇതിന് 2 ചട്ടി ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാണകം വെച്ചാണെങ്കിൽ ഒരു ചട്ടിക്ക് ഒരു 40 രൂപ, അപ്പോൾ 80 രൂപയ്ക്കുള്ള ചാണകം ഇട്ടു. ഇതിൻ്റെ തൈക്ക് ഒരു 15, അപ്പോൾ 95 രൂപ ചിലവായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടത് ഈ മണ്ണൊക്കെ നമ്മൾ ഇത്രയ്ക്കും വാഴയുടെ വലിപ്പമായപ്പോൾ ഏകദേശം ഒരു 2 അടി 3 അടി ഉയരമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടയ്ക്കൊക്കെ ചാണകം ഇട്ടിട്ട് വെള്ളം കൊടുക്കണം. അപ്പോൾ ഇന്ന് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 15 തീയതി ചൂട് അതിക്രമിച്ചപ്പോൾ വെള്ളം ധാരാളം കൊടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇതിന് കൊടുക്കുള്ളൂ. ഇനി ഇതിൻ്റെ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉണ്ട്, അതൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ അടുത്ത വാഴ മറ്റൊരു ഞാലിപ്പൂവിൻ്റെ ഇതേ പരുവം, അതായത് ഇതിൻ്റെ പ്രായം തന്നെയുള്ള വാഴയ്ക്ക് കണ്ട മണ്ണ് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനിയാണ് വെള്ളം കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലേ, പുല്ലും പോയി, ഇതിന് വാഴയ്ക്ക് മണ്ണും കിട്ടി. ഇനി വെള്ളം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ലെവലാണ്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് വാട്ടർ ലെവലാണ് ഇത്. അപ്പോൾ വെള്ളം കൊടുക്കും വേണ്ട, കറക്റ്റ് അളവിന് നിൽക്കും. ഉണ്ടല്ലേ. അപ്പോൾ ഈ കൃഷിക്കാരെ സംബന്ധിച്ച് ഇതിന് വാട്ടർ ലെവലിൻ്റെ പൈപ്പ് വയ്ക്കണ്ട, അല്ലെങ്കിൽ സ്കെയിലൊന്നും വെച്ച് നോക്കണ്ട. വാട്ടർ ലെവലിൻ്റെ സ്കെയിലൊക്കെ ഉണ്ട്, അതൊന്നും വെച്ച് നോക്കണ്ട. കറക്റ്റ് ലെവലായിരിക്കും. ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർക്ക് ഇത് സമയത്തിന് ഇതിന് വെള്ളം കൊടുക്കും. ഭക്ഷണം ചാണകം. അപ്പോൾ ഇത് ഒരു 90 രൂപ ചിലവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു 300 ഏറ്റവും കുറഞ്ഞ് കേട്ടോ, അല്ലെങ്കിൽ 400 രൂപയുടെ ഒരു കൊല കിട്ടും. അപ്പം ഞാലിപ്പൂവൻ കൂടുതൽ കൃഷിയൊന്നും ചെയ്യാത്തവരെന്ന് വെച്ചാൽ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പാളയംകൊടൻ, കണ്ണൻ ഈ വാഴയ്ക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിൻ്റെ പൈപ്പ് ലൈനുകളാണ് ഇത് മുഴുവൻ കണ്ടോ. അപ്പോൾ ഇടയ്ക്കിട്ട് ഞാൻ JCB വിളിക്കും. അപ്പോൾ അതൊക്കെ പൈപ്പ് നശിച്ചു പോകാണ്ടിരിക്കാനായിട്ട് ഇത് ഊരിയേറ്റ് ഇവിടെ കൊണ്ടു വെച്ചേക്കണം. അപ്പോൾ ഇത് ഇനി ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതൊക്കെ ഓരോ വാഴയ്ക്ക് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ 2 വാഴയ്ക്ക് ഒരുമിച്ച് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം. അപ്പോൾ ഇത് ഒരൊറ്റ മണിക്കൂർ അടിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഒരു 10-50 ചെടികൾക്ക് ഒരുമിച്ച് തന്നെ നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 50-60 എത്ര വേണമെങ്കിലും. അപ്പോൾ ഇതുപോലെ പൈപ്പ് കിട്ടിയിട്ട് നനയ്ക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയ്ക്കും സമയം നമ്മളുടെ പോകും. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാന ചെറുത് കയറിയിട്ട് അതിൽ കൂടെയാണ് വെള്ളം വിടുക. എന്നിട്ട് മോട്ടർ അടിച്ചാൽ മതി. ഒരു 5 HP മോട്ടർ അല്ലെങ്കിൽ 3 HP മോട്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വാഴയ്ക്കും അങ്ങോട്ട് നനച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ വാഴയ്ക്കൊന്നും ഇപ്പോൾ ആരും നനയ്ക്കാൻ നിൽക്കില്ല, കാരണം കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം ഉണ്ടെന്ന് അറിയാം. ആ സമയം വേറെ ഉള്ളതിനും പോവും ആൾക്കാർ. അപ്പം ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ സ്വന്തം ആവശ്യമുള്ള കൃഷികളുള്ളൂ. കൂലിക്ക് ആളെ വിളിച്ചിട്ടൊക്കെ കൃഷി നിർത്തി. അപ്പോൾ കുരുമുളകിന് ഇത്തിരി വെള്ളം വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇതൊരു വാട്ടം പോലെ തോന്നി. വാട്ടം എന്ന് വെച്ചാൽ വെള്ളം കിട്ടാത്ത ഒരവസ്ഥ, വാടിയ പോലെ തോന്നി. അപ്പോൾ അതിനും കുറച്ച് വെള്ളം കൊടുത്തു. അപ്പോൾ സബിത അടുത്ത് വിളിക്കുന്നുണ്ട്, പണിയൊക്കെ നിർത്തി പോരെ, ഇവിടെ കൃഷിയും ചെയ്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്കറിയാം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ജോലിയാണ് കൃഷി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വീട് തൃശ്ശൂർ ടൗണിലാണ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിനും തിരുവമ്പാടി ക്ഷേത്രത്തിനും നടുവിലാണ് ഇവളുടെ വീട്. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ എൻ്റെ മാർഗത്തിൽ അവൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് സബിതയുടെ പണിയാണ്. അപ്പോൾ എന്നോട് നിർത്തി പോവാന്ന്. അപ്പോൾ ഞാൻ ശരി, ഞാൻ അപ്പോൾ കുടപ്പൻ കണ്ടില്ലേ, വാഴക്കുടപ്പനാണിത്, പാളയംകുടം വാഴയുടെ. അപ്പോൾ ഇതിൻ്റെ ഹണി കണ്ടില്ലേ, ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചാൽ നമുക്കുണ്ട് സിപ്പ് ചെയ്യാം കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഹണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തേനീച്ച കൊണ്ടായിട്ട് കുടിച്ചിട്ട് അവൻ തുപ്പി വയറ്റിൽ നിന്ന് ഛർദ്ദിച്ച് എടുക്കുന്ന സാധനമാണ് ഹണി. അപ്പോൾ തേനീച്ചയുടെ ഛർദിയാണ് നമ്മളുടെ തേൻ കണ്ടില്ലേ. അപ്പോൾ തേനീച്ച വെറുതെ കടിച്ച് തുപ്പല്ല, അതിൻ്റെ വയറ്റിൽ പോയിട്ട് എന്തോ പ്രോസസ്സിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ തേൻ അതിൻ്റെ തേനീച്ചയുടെ അടയിൽ നിറയ്ക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തേൻ കേടുവരാത്തത്.
അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് ഇത് ഊറ്റിയിട്ട് അവിടെ വെച്ചാണെങ്കിലേ എല്ലാത്തിൽ നിന്ന് എടുത്ത് വെച്ചാണെങ്കിൽ അതൊക്കെ കേടായിപ്പോവും. തേനീച്ച കുടിച്ചിട്ട് പിന്നെ തുപ്പിയാലാണ് അത് കേടാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ വാഴയുടെ ഈ സൈഡിൽ, അതായത് ചെരിഞ്ഞ് നിൽക്കണ മറുവശത്തേക്ക് മുറിക്കാൻ പാടില്ല. അപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് താഴെ വീഴും. അപ്പോൾ ഇത് കൊല എങ്ങോട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് പതുക്കൊന്ന് വെട്ടാം. അതായത് പിണ്ടിയുടെ 1/3 മുറിയാൻ പാടുള്ളൂ. അല്ലാണ്ട് പകുതി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞു വീഴും. അപ്പം നമ്മളുടെ കൈ എത്തുന്ന അത്രയ്ക്കും ഉയരത്തിൽ വെച്ച് മുറിച്ചാണെങ്കിൽ ഇതുപോലെ കൊല അവിടെ വീഴാണ്ട് നിൽക്കും, നിലം മുട്ടില്ല. കടയ്ക്കൊക്കെ വെട്ടണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. നിൻ്റെ കൊല പൂടാ മോനെ. കൊല എന്ന് പറഞ്ഞാൽ വാഴക്കൊല കണ്ട. അപ്പം നിൻ്റെ കൊലയും പോവും കായും പോവും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക. അപ്പോൾ ഈ അടയ്ക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ ഇലകൾ അങ്ങോട്ട് മുട്ടാതിരിക്കുക, ഒന്ന് കെട്ടി വയ്ക്കാം. അല്ലെങ്കിൽ ആ കവുങ്ങും പോവും കൊലയും പോവും. അപ്പോൾ ഇത് വളരെ ലാഭകരമായിട്ടുള്ള കൃഷിയാണ്. ഏത്? ഈ പാളയം കോടൻ. അപ്പോൾ ഇതിനൊക്കെ ഒരു കുഴി കുത്തി വരണമെങ്കിൽ 4-5 കൊലകൾ ഒരു കുഴിയിൽ തന്നെ നമുക്ക് വെട്ടാം. അപ്പോൾ ആകെ ചിലവ് ഒരു 100 രൂപയ്ക്കുള്ള വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഒരു 5 കൊല, 5 കൊലയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 1500-2000 രൂപയ്ക്കുള്ള കൊല കിട്ടും. ഇപ്പോൾ ഇവിടെ 2 ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ കുഴിയിൽ നിന്ന് ഇതിന് മുമ്പ് 2 കൊല വെട്ടിയായിരുന്നു. ഇത് 3ാമത്തെ കൊലയാണ് വെട്ടുന്നത്. കേട്ടല്ലേ, ഇതാണ് വാഴക്കൊല. ഇതൊരു 18 കിലോ, 15 കിലോ തൊട്ട് 18-20 വരെയൊക്കെ ഉണ്ടാവും. 15 കിലോയ്ക്കും 18 കിലോയ്ക്കും ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 18 കിലോയ്ക്ക് ഒരു 180, ഒരു 250 രൂപ കഷ്ടി കിട്ടും. അപ്പം നല്ല വിലയുള്ള സമയത്താണെങ്കിൽ 18 കിലോയ്ക്ക് ഒരു 350 രൂപ കിട്ടും. ഇപ്പോൾ വില കുറവാണ്, ഒരു 12 രൂപ കിലോയ്ക്ക്. അപ്പോൾ ഇതാണ് കണ്ട, വേറൊരു 3 നിൽക്കണ നോക്കി കണ്ട, 3 വാഴകളാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കുഴിച്ചിട്ടാൽ മതി. നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി കുഴിച്ചിട്ടാൽ മതി. അത്രയും സമയം അവിടെ നിന്നോളും. അപ്പോൾ ഇതിൻ്റെ പിണ്ടി നമുക്ക് കറി വയ്ക്കാൻ പറ്റും. പക്ഷേ ഇന്ന് പിണ്ടി ആവശ്യമില്ല. പയറ് സാധനങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന കാരണം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെട്ടി നുറിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ നമുക്കിതിന് ഇവിടെ കിടന്ന് തന്നെ ഒരു വളവും. അപ്പോൾ ഈ വാഴ വെട്ടുന്നതിനൊക്കെ മുമ്പ് ഒരു കുഴി കുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പീസുകളൊക്കെ നമുക്ക് ആ വാഴക്കുഴിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല, ഒരു കുഴി കുത്തിയിട്ട് അതിലിട്ട് വെച്ചാണെങ്കിലേ ചേന, ചേമ്പ് അതൊക്കെ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് നട്ടു കൊടുക്കാം കേട്ടോ, ഇതുപോലത്തെ പീസുകൾ. അപ്പോൾ ഈ വാഴകൾ നിങ്ങൾ ഓരോന്നൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ 5 കൊലയൊക്കെ കിട്ടും. അപ്പം നിങ്ങളൊക്കെ കുറേശ്ശെ കൃഷി ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് അടിപൊളി കായ പഴം തിന്നാം. പുട്ടും പഴവും, അല്ലെങ്കിൽ മൈസൂർ കൊണ്ട് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പല സാധനങ്ങൾ ഉണ്ടാക്കാം.